കാരൽ എന്ന പ്ലൂരിബസിന്റെ 4th എപ്പിസോഡ് ആരംഭിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കാരലിന് കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതിരുന്നതും ഹൈവ് മൈൻഡിന് ഇമ്മ്യൂണുമായ മനൂസോസ് ഒവീഡിയോയിലേക്കുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. ഫ്ലാഷ് ബാക്ക് ഒരുപാട് പഴയ കാലത്തെ ഒന്നുമല്ല. കാരൽ അയാളെ ഫോൺ ചെയ്യുന്നതിന് അല്പം മുമ്പായിട്ട് ഒരിക്കൽ താൻ മാനേജ് ചെയ്തിരുന്ന പരാഗ്വേയിലെ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനൂസോസിനെയാണ് നമ്മൾ കാണുന്നത്. അയാളുടെ ഷെൽഫുകൾ കാലിയാണ്, ഭക്ഷണമൊക്കെ തീർന്നിരിക്കുന്നു. ചുറ്റിനുമുള്ള എല്ലാവരും തന്നെ ഹൈവിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്നാൽ മനൂസോസ് ഇപ്പോഴും സ്റ്റബേണായി പിടിച്ചു നിൽക്കുകയാണ്. പട്ടിണി കിടക്കുമ്പോഴും അവരില്ലാതെ തന്നെ തനിക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ അയാൾ ഹൈവിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും നിരസിക്കുകയാണ്. ഒരു ഹോം മെയ്ഡ് റേഡിയോ കേട്ടുകൊണ്ട് അതിലെ വീക്ക് സിഗ്നൽസ് എഴുതി വെച്ചും മറ്റുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുമൊക്കെയാണ് അയാൾ സമയം ചെലവഴിക്കുന്നത്. വിശപ്പ് ഒരു പരിധിയിൽ കൂടുതൽ കഠിനമാകുമ്പോൾ അയാൾ തന്റെ ചില എത്തിക്സിനെ മറികടക്കാൻ ഫോഴ്സ്ഡ് ആകുന്നു. റെന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് യൂണിറ്റ്സിൽ അയാൾ ബ്രേക്ക് ഇൻ ചെയ്ത് കയറി ആഹാരത്തിനായി തിരയുന്നു. പക്ഷെ ആവശ്യമില്ലെങ്കിൽ പോലും അവിടെ അപ്പോളജി ലെറ്റർ എഴുതി വെക്കാനുള്ള മാന്യത ഇപ്പോഴും അയാൾ കാണിക്കുന്നുണ്ട്. അയാൾക്ക് അവിടെ നിന്ന് ആകെ കിട്ടുന്നത് കുറച്ച് ഡോഗ് ഫുഡാണ്. അത് അയാൾ മനസ്സോടെ കഴിക്കുകയും ചെയ്യുന്നു. ഈ ഒരു നിമിഷത്തിലാണ് കാരലിൽ നിന്നുള്ള ആദ്യത്തെ കോൾ അയാളുടെ ഫോണിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഫ്ലൈറ്റിൽ വെച്ച് കാരൽ നടത്തിയ അറ്റംപ്റ്റിന്റെ മറുവശമാണ് നമ്മളിവിടെ കാണുന്നത്. അതിയായ മര്യാദയോടെയുള്ള അവളുടെ ആദ്യത്തെ അറ്റംപ്റ്റ് അവളും എഫക്റ്റഡിൽ ഒരാളാണ് എന്ന ചിന്തയെ അയാളിൽ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ ഫ്രസ്ട്രേറ്റഡ് ആയ ശേഷമുള്ള ഫോൺ കോൾ അവൾ തെറിവിളികളോടെ അവസാനിപ്പിക്കുമ്പോൾ അവളും തന്നെ പോലെ ഇമ്മ്യൂണായ ഒരാളാണെന്ന ബോധ്യം അയാൾക്കുണ്ടാക്കുന്നു. കുറെ മാസങ്ങൾക്കിടയിൽ അയാൾ അനുഭവിക്കുന്ന ആദ്യത്തെ റിയൽ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അത്. അവിടെ നിന്നും എപ്പിസോഡ് നമ്മളെ നേരെ സോഷ്യൽ ഹോസ്പിറ്റലിൽ എത്തിച്ച ഗ്രനേഡ് ഇൻസിഡന്റിന് ശേഷമുള്ള കാരലിന്റെ സംഭവങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരൽ ഇപ്പോൾ കഷ്ടിച്ചു വർക്ക് ചെയ്യുന്ന കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എങ്കിലും ഇടയ്ക്ക് വെച്ച് അവൾ വാഹനം മാറ്റി പകരം ഒരു ഉപേക്ഷിക്കപ്പെട്ട പോലീസ് ക്രൂയിസർ കാർ തിരഞ്ഞെടുക്കുന്നു. വീട്ടിലെത്തുന്ന കാരൽ കാണുന്നത് അവളുടെ വീടിന്റെയും സ്ട്രീറ്റിന്റെയും ഒക്കെ ഡാമേജസ് റിപ്പയർ ചെയ്യാനായി അവിടെ ആകെ നിറഞ്ഞിരിക്കുന്ന ഹൈവ് മൈൻഡ് വോളണ്ടിയേഴ്സിനെ ആണ്. അതിൽ ടൗണിന്റെ മേയർ ആയിരുന്ന വ്യക്തി പോലും ഇപ്പോൾ ഹൈവിലെ വെറുമൊരു സാധാരണ മെമ്പറായി അവിടെ ഉണ്ട്. കാരൽ അല്പസമയം നിശബ്ദമായി അവരെ നിരീക്ഷിച്ചുകൊണ്ട് ഇൻഫെക്ഷൻ തന്നെയും ബാധിക്കുന്നത് എങ്ങനെ തടയാം എന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു. ശേഷം വീടിനുള്ളിൽ അവൾ ഒരു വൈറ്റ് ബോർഡ് സെറ്റ് ചെയ്യുകയും ഈ എഫക്റ്റഡ് ആയ അതേഴ്സിനെ കുറിച്ച് തനിക്ക് അറിയാവുന്നതെല്ലാം ലിസ്റ്റ് ചെയ്യുകയുമാണ്. അതിൽ അവൾക്ക് കൺഫേം ചെയ്യേണ്ടതായുള്ള ഒരു ചോദ്യം കൂടെ ഉൾപ്പെടുന്നുണ്ട്. അവർക്ക് കള്ളം പറയാൻ കഴിയുമോ ഇല്ലയോ എന്ന ക്വസ്റ്റ്യൻ. ഇത് ടെസ്റ്റ് ചെയ്യാനായി അവൾ പുറത്തെ ഹൈവ് മൈൻഡ് വോളണ്ടിയേഴ്സിൽ ലാറി എന്നൊരാളെ തിരഞ്ഞെടുത്ത് അകത്തേക്ക് കൊണ്ടുവരുന്നു. ശേഷം അവൾ സിമ്പിളും എന്നാൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതുമായ ഒരു ഇൻട്രോഗേഷൻ നടത്തുന്നു. ലാറി അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും അഥവാ ഉത്തരം ഓക്വേർഡോ പെയിൻഫുള്ളോ ആണെങ്കിൽ പോലും പൂർണ്ണമായും സത്യസന്ധമായി തന്നെ മറുപടി പറയുന്നു. ലാറി കാരലിന്റെ നോവൽസിന്റെ വാക്കുകൾ വേർഡ് ബൈ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഹൈവ് അവരെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ഒടുവിൽ അയാൾ കാരൽ ഏറെ ബുദ്ധിമുട്ടോടെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്നു. ഹെലന് തന്റെ എഴുത്തിനെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം എന്നതാണ് കാരലിന്റെ ചോദ്യം. ഹെലന്റെ പ്രൈവറ്റ് തോട്ട്സ് ഉപയോഗിച്ചാണ് ലാറി മറുപടി പറയുന്നത്. അവൾക്ക് കാരലിന്റെ പുസ്തകങ്ങളെ പറ്റി വലിയ മതിപ്പൊന്നും ഇല്ലായിരുന്നു എന്നും ജസ്റ്റ് ആളുകൾക്കിടയിൽ പോപ്പുലറായ നിരുപദ്രവകരമായ റൈറ്റിംഗ് ആയിരുന്നു എന്നേ ഉള്ളൂ എന്നുമാണ് ലാറി പറയുന്നത്. കാരൽ തീരെ പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ ഒരു ഉത്തരമാണ് അതെങ്കിലും അതിലൂടെ തനിക്ക് വേണ്ട വിവരം അവൾ സ്ഥിരീകരിക്കുന്നു. അതായത് ഹൈവിന് കള്ളം പറയാൻ കഴിയില്ല എന്ന കാര്യം. ശേഷം അയാളെ പറഞ്ഞുവിട്ട കാരൽ അടുത്തതായി ഹോസ്പിറ്റലിലെത്തി സോഷ്യയെ സന്ദർശിക്കുന്നു. ഗ്രനേഡിൽ നിന്ന് കാരലിനെ രക്ഷിക്കുമ്പോൾ ഉണ്ടായ മുറിവുകളുടെ ആഘാതത്തിൽ നിന്നും സോഷ്യ ഇപ്പോഴും സുഖം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. ഇൻഫെക്ഷനെ കുറിച്ച് ഹൈവ് പുതിയതായി എന്തെങ്കിലും പഠിച്ചോ എന്ന് കാരൽ ചോദിക്കുമ്പോൾ ആദ്യം അറിയാമായിരുന്നതിലും കൂടുതൽ വിവരങ്ങൾ തങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് സോഷ്യ സമ്മതിക്കുന്നുണ്ട്. ഇതിനെ റിവേഴ്സ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് കാരലിന്റെ അടുത്ത ചോദ്യം. സോഷ്യ ഇതിന് നേരിട്ടൊരു ഉത്തരം നൽകുന്നില്ല. പക്ഷെ അവളുടെ സൈലൻസിൽ നിന്നും അത് പോസിബിൾ ആണെന്ന് കാരൽ മനസ്സിലാക്കുന്നു. അങ്ങനെ ഡിറ്റർമിൻഡ് ആയ കാരൽ അവിടെ നിന്നും ഇറങ്ങി ഫാർമസിയിലെത്തി സോഡിയം തയോപെന്റിൽ എന്ന കെമിക്കൽ കൈക്കലാക്കുന്നു. ആദ്യം അവൾ അത് സ്വന്തം ദേഹത്ത് പരിശോധിക്കുകയും അതിന്റെ ഇൻഫ്ലുവൻസിൽ താൻ യാതൊരു കൺട്രോളും അറിയുമില്ലാതെ ഫ്രീ ആയി സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കുകയുമാണ്. കാരണം അതാണ് ആ കെമിക്കലിന്റെ പ്രത്യേകത. മാത്രമല്ല ആ സമയം അവൾ പറയുന്ന കാര്യങ്ങൾ അവളുടെ ആഴത്തിലുള്ള ഭയത്തെ സ്ഥിരീകരിക്കുന്നതും കൂടെയാണ്. ഹൈവിനോട് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു യുണീക്ക് പേഴ്സൺ ആക്കിയിട്ടുള്ള തന്റെ സങ്കടങ്ങൾ, ദേഷ്യം, വാശി അങ്ങനെ എല്ലാം നഷ്ടപ്പെടും. അവൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം തന്നെ. ഒടുവിൽ ഹൈവ് സ്വമേധയാ നൽകാൻ ആഗ്രഹിക്കാത്ത ഉത്തരങ്ങൾ ഈ സോഡിയം തയോപെന്റിൽ സെറം ഉപയോഗിച്ച് നേടിയെടുക്കാം എന്ന് വിശ്വസിക്കുന്ന കാരൽ തിരികെ ഹോസ്പിറ്റലിലുള്ള സോഷ്യയുടെ അടുത്തേക്ക് മടങ്ങിയെത്തുന്നു.
കുറച്ച് ഫ്രഷ് എയറിനായി കൂട്ടിക്കൊണ്ടു പോകുന്നെന്ന വ്യാജേന അവൾ സോഷ്യയെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് എത്തിക്കുന്നു. ഒപ്പം സോഷ്യയുടെ ശരീരത്തിലേക്ക് ആ ഡ്രഗ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഡോസേജ് സോഷ്യയുടെ ദേഹത്ത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഓൾറെഡി ഉള്ള മെഡിക്കേഷനുമായി റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ അവൾ വല്ലാത്തൊരു ഡിസ്ട്രെസ് സ്റ്റേജിലാവുകയും കൺഫ്യൂസ്ഡ് ആയ അവസ്ഥയിലും ആകുന്നു. തനിക്ക് വേണ്ട ഉത്തരങ്ങൾക്കായി കാരൽ വീണ്ടും അവളോട് ഹൈവ് ഇൻഫെക്ഷനുള്ള ആന്റിഡോട്ട് പറഞ്ഞു തരാൻ നിർബന്ധിക്കുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യ പാനിക് ആവുന്നത് ഒരു മെഡിക്കൽ ക്രൈസിസിന് വഴിവെക്കുകയും അവൾ കാർഡിയക് അറസ്റ്റിലേക്ക് പോകാൻ തുടങ്ങുകയുമാണ്. ഒട്ടും വൈകാതെ ഹൈവ് കൺവേർജ് ചെയ്യുകയും ഡസൻ കണക്കിന് ഇൻഫെക്റ്റഡ് അതേഴ്സ് അവർക്ക് ചുറ്റും വന്നെത്തുകയും ചെയ്യുന്നു. അവരുടെ എല്ലാ മുഖത്ത് ഒരേ തരത്തിലുള്ള അലേർട്ട് റിയാക്ഷൻ ആണ്. അവർ സോഷ്യയെ കൊണ്ടുപോവുകയും സത്യം മറച്ചു വെക്കുകയും ചെയ്യുമെന്ന് കരുതി പാനിക് ആവുന്ന കാരൽ പോലീസ് ക്രൂസറിൽ നിന്നും എടുത്തു വെച്ചിരുന്ന ഒരു ഹാൻഡ് കഫ് കൊണ്ട് സോഷ്യയെ തന്നോട് ചെയിൻ ചെയ്ത് വെക്കുകയും തങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. പക്ഷെ ഹൈവ് അവളോട് ഒട്ടും അഗ്രസീവ് ആയിട്ടല്ല പെരുമാറുന്നത്. അതിപ്പോൾ ടാക്ടിക്കലി കാരൽ തന്നെ ഒരു തീരുമാനം എടുക്കുന്നത് വരെ കാത്തു നിൽക്കുകയാണ്. സഹായിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അവർ സോഷ്യയെ മരണത്തിന് വിട്ടുകൊടുക്കും. കാരണം കാരൽ ഇമ്മ്യൂൺ ആയതിനാൽ അവളുടെ ചോയ്സസ് ഹൈവിന്റെ ഏതൊരു ആവശ്യത്തെയും മറികടക്കുന്നതാണ്. ആൻഡ് അവൾ തീരുമാനിക്കുന്നതിന് അഗെയിൻസ്റ്റ് ആയി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത് മനസ്സിലാക്കിയ കാരൽ മറ്റു മാർഗങ്ങളില്ലാതെ സോഷ്യയുടെ കൈ ഫ്രീ ആക്കുകയും അതേഴ്സിനെ ഇടപെടാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അവർ നിശബ്ദമായി ലൈഫ് സേവിംഗ് മെഷേഴ്സ് ആരംഭിക്കുമ്പോൾ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. തുടർന്ന് സോഷ്യ ഈ ഇൻസിഡന്റ് അതിജീവിച്ചോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്താതെ ഈ ഒരു പോയിന്റിൽ പ്ലീസ് കാരൽ എന്ന പ്ലൂറിബസിന്റെ 4th എപ്പിസോഡ് അവസാനിക്കുന്നു.